ഇന്നൊരു പ്രധാന സംഭവം നടന്നു. നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഐഷ പോറ്റി കോൺഗ്രസിലോട്ട് മാറി. തീർച്ചയായിട്ടും അതിനെതിരെ മേഴ്സിക്കുട്ടി അമ്മയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് വർഗ്ഗവഞ്ചക. ആരാണ് സഖാവ് ഈ വർഗ്ഗവഞ്ചക എന്ന് പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ വർഗ്ഗവഞ്ചക എന്ന് ഉദ്ദേശിച്ചത്? നിങ്ങളുടെ പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഗണേശിനെയാണോ? അപ്പോൾ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ച നിങ്ങളാരാണ്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതോ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് 8 നിലയിൽ പൊട്ടിയ നിങ്ങളെയാണോ നിങ്ങൾ വർഗ്ഗവഞ്ചക എന്ന് ഉദ്ദേശിച്ചത്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന്, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ 8 നിലയിൽ പൊട്ടേണ്ടി വന്നത്? കമ്മ്യൂണിസത്തിന് പേരുകേട്ട സ്ഥലമല്ലേ ഈ കുണ്ട്ര എന്ന് പറയുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അവിടെ തോക്കേണ്ടി വന്നു? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൻ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി ജയിച്ചുകൊണ്ടിരുന്നത്. അതായത് ജനങ്ങളുടെ ഹിതമറിയുന്ന ഒരു നേതാവായിരുന്നു. ജനങ്ങളുടെ ഹിതമറിയുന്ന ഒരു നേതാവായിരുന്നില്ലെങ്കിൽ അവർ 2 തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയില്ലായിരുന്നു. നിങ്ങളെപ്പോലെ അവർ 8 നിലയിൽ പൊട്ടേണ്ടതാണ്. അങ്ങനെ ഒരു നേതാവിനെ പൊതുധാരയിൽ നിന്ന് ഒരുപാട് അവഗണിക്കുകയും മറ്റൊരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ വീട്ടിലിരുത്തുകയും ചെയ്തപ്പോൾ അവർ പാർട്ടി മാറി. അല്ലാതെ പെണ്ണുകേസിൽ പെടുത്തുമെന്ന് പേടിപ്പിച്ച് പാർട്ടി മാറ്റിയതല്ലല്ലോ അവർ. തീർച്ചയായും അവർക്ക് പാർട്ടി മാറാനുള്ള അവകാശമുണ്ട്. പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ചതിന് ശേഷമല്ല അവർ പാർട്ടി മാറിയത്. ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. അതുപോലെ ആ ഒരു അവകാശം അവർക്കുമുണ്ട്. തീർച്ചയായിട്ടും വർഗ്ഗവഞ്ചക എന്ന പേര് ആർക്കാണ് ചേർന്നതെന്ന് സ്വയം ആലോചിക്കുക.